Hi, this is the second video of building personal branding. ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് 8 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് നമുക്ക് കോണ്ടന്റ് ചെയ്ത് പോകാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു അക്കാദമി ബിൽഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ഇത് എന്ത് ചെയ്യും, പേഴ്സണൽ ബ്രാൻഡിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പേഴ്സണൽ ബ്രാൻഡിങ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ബിൽഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നത്. പക്ഷേ ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എത്ര പേരായിരിക്കും എന്നെ ജെന്യൂൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയണമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം റാൻഡംലി ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വർക്ക്സിലേക്ക് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് ആ ബ്ലാങ്ക് പ്രൊഫൈൽ ഫോളോ ചെയ്യാനും ഒരു 5 ആൾക്കാരുണ്ടായിരുന്നു. ആ 5 പേരും ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നോ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ഒരൊറ്റ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ, എന്തായിരുന്നു, ഞാൻ എന്തോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്തും അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് എനിക്കൊരു ഒന്നൊരു ക്യൂരിയോസിറ്റി കൂടി. ലൈക്ക് എന്തായിരിക്കും ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആരായിരിക്കും എൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ ആരെടുത്തും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ടോക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ റാൻഡംലി ഒരു ദിവസം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ ഇൻസ്റ്റ പിന്നെ ഓപ്പൺ ആക്കിയിട്ടില്ല. ഞാനൊരു 6 hours കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ആക്കുന്നത്. കാരണം എൻ്റെ ഇങ്ങനത്തെ ഒരു ഫേസ് എന്നെ അറിയുന്ന പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം എല്ലാവരും എങ്ങനെ എടുക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി വണ്ടറായി പോയി. അതായത് താങ്ക്സും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 6000+ ആൾക്കാർ ആ വീഡിയോ കണ്ടു എന്നുള്ളതാണ്. അതിൽ ഏകദേശം 250ഓളം ആൾക്കാർ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 25 to 30 ആൾക്കാർ ആ വീഡിയോ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ അതിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരായിരുന്നു ആ കമന്റ്സിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ. എന്നെ ഫോളോ ചെയ്ത ആൾക്കാരൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്ത ആൾക്കാരായിരുന്നില്ല. സോ ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ പല സിറ്റുവേഷനിലും സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയ ഒരു മൊമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും ഇതും ആഡ് ടു സ്റ്റോറി അടിക്കുന്ന സമയത്തായിക്കോട്ടെ, വീഡിയോ അവരുടെ സ്റ്റോറീസിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അവർ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻസ് കണ്ടിട്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചത്. എന്നത് അത്രയും നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആയിട്ട് കാണണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മളെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ആയിരിക്കില്ല ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് വൺസ് അത് ട്രൈ ചെയ്ത് നോക്കുക. അത് ട്രൈ ചെയ്തതിന് ശേഷമായിരിക്കും ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഞാനും നിങ്ങൾ ഈ കാണുന്ന പ്രൊഫൈലും. സോ ദിസ് ഇസ് എ സെക്കൻഡ് വീഡിയോ ഓഫ് ബിൽഡിംഗ് പേഴ്സണൽ ബ്രാൻഡിങ്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് പറയണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 3 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ഇതിപ്പോൾ കേൾക്കുന്നുണ്ട്, നിങ്ങളെ എന്നെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു സന്തോഷം കൂടെ. സോ ഇനി മുതൽ ഇനി പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോസിലൂടെ എനിക്ക് കാണാം. ബൈ.